സ്മാർട്ട് ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 ബിഹൈൻഡ് മൂവ്മെന്റ്സിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വൈ ഡു അനിമൽസ് റിക്വയർ മോർ എനർജി കമ്പയർഡ് ടു പ്ലാന്റ്സ്? എന്തുകൊണ്ടാണ് അനിമൽസിന് പ്ലാന്റ്സിനെക്കാളും കൂടുതൽ എനർജി ആവശ്യമാണെന്ന് പറയുന്നത്? അനിമൽസിന് പ്ലാന്റ്സിനെക്കാളും കൂടുതൽ എനർജി ആവശ്യമാണ്. കാരണം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ എനർജിയും മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഹണ്ടിങ്, റണ്ണിങ് പോലത്തെ ഓരോ ആക്ടിവിറ്റീസിന് അനിമൽസിന് കൂടുതൽ എനർജി ആവശ്യമുണ്ട്. അതേസമയം പ്ലാന്റ്സിന് എടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് പറയുന്നത് സ്റ്റേഷനറി ആണ്. അവർ ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് അനിമൽസിന്റെ അത്ര എനർജി ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Animals require more energy because they are highly mobile. Most of the energy produced in an animal's body is used for movement. Activities like hunting, running, and finding a mate all require a lot of energy. Plants, on the other hand, are stationary and do not need to move from place to place. Question: explain the role of actin and myosin in muscle contraction. Muscle contraction ആക്ടിന്റെയും മയോസിന്റെയും റോളിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ആക്ടിനും മയോസിനും വന്നിട്ട് മസിൽ സെൽസിൽ കാണപ്പെടുന്ന രണ്ട് മെയിൻ പ്രോട്ടീൻ ഫിലമെന്റ്സ് ആണ്. ഈ ഫിലമെന്റ്സ് സ്ലൈഡ് ചെയ്യുന്ന സമയത്താണ് മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നത്. ഇതിനെ നമ്മൾ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു സ്ലൈഡിംഗ് മൂവ്മെന്റ് വന്നിട്ട് മസിൽസിനെ ഷോർട്ടൻ ചെയ്യുകയും അതിനെ കോൺട്രാക്ട് ചെയ്യുകയും അവിടെ ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Actin and myosin are the two main protein filaments in muscle cells. Muscle contraction occurs when these filaments slide over one another. This is known as the sliding filament theory. This sliding movement shortens the muscle, causing it to contract and produce force. Question: what would happen if the two tips of a muscle were not connected to two different bonds? മസിൽസിന്റെ രണ്ട് ടിപ്സ് വന്നിട്ട് രണ്ട് ഡിഫറെന്റ് ബോൺസിനെ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒരു ജോയിന്റിൽ മൂവ്മെന്റ് നടക്കുന്നത് മസിൽസ് വന്നിട്ട് ബോൺസിനെ പുൾ ചെയ്യുന്ന സമയത്താണ്. അപ്പൊ ഈ മസിൽസ് വന്നിട്ട് രണ്ട് ഡിഫറെന്റ് ബോൺസിൽ ജോയിന്റ് ആയില്ല അല്ലെങ്കിൽ കണക്ട് ചെയ്തില്ലെങ്കിൽ അവിടെ മൂവ്മെന്റ് നടക്കില്ല. അതുകൊണ്ട് തന്നെ ജോയിന്റ് വന്നിട്ട് ബെൻഡ് ചെയ്യാനോ അതുപോലെ സ്ട്രെയിറ്റൻ ചെയ്യാനോ നമുക്ക് കഴിയില്ല. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Muscles work by pulling on bonds to create movement at a joint. If a muscle was not connected to two different bonds across a joint, it could not produce movement. The contraction of the muscle would not have a lever to act upon. Therefore, the joint would not be able to bend or straighten. Question: what are the main functions of the human skeletal system? Human skeletal systemത്തിന്റെ main functions എന്തൊക്കെയാണ്? ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റം വന്നിട്ട് നമ്മുടെ ബോഡിക്ക് ഷേപ്പും സപ്പോർട്ടൊക്കെ നൽകുന്ന ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അത് മാത്രമല്ല ഇത് വന്നിട്ട് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആയിട്ടുള്ള ബ്രെയിന്, ഹാർട്ട്, ലങ്സിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മസിൽസിനൊപ്പം വർക്ക് ചെയ്തിട്ട് നമ്മുടെ ബോഡി മൂവ്മെന്റിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് ബോൺ മേരയിലുള്ള ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം ആണ്. അതോടൊപ്പം തന്നെ കാൽഷ്യം പോലത്തെ മിനറൽസ് ഒക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The skeletal system provides a framework that gives a shape and support to the body. It protects vital internal organs like the brain, heart, and lungs. It works with muscles to allow body movement. It also produces blood cells in the bone marrow and stores minerals like calcium. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: what is the periosteum and what is its function? പെരിയോസ്റ്റിയം പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ്? പെരിയോസ്റ്റിയം എന്ന് പറയുന്നത് നമ്മുടെ ബോൺസിന്റെ ഔട്ടർ സർഫസിൽ കവർ ചെയ്യുന്ന ഒരു ഡെൻസ് മെമ്പറൈൻ ആണ്. ഇതിനകത്ത് നമുക്ക് ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ കാണാൻ കഴിയും. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത് ബോൺസിന്റെ ഗ്രോത്തും റിപ്പയറിംഗ് ഒക്കെയാണ്. അത് മാത്രമല്ല മസിൽസിനും ലിഗമെന്റ്സിനും ഒക്കെ ഒരു പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് പെരിയോസ്റ്റിയം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. The periosteum is a dense membrane that covers the outer surface of all bones. It contains blood vessels and nerves that supply the bone.
It plays an important role in the growth and repair of bones. It also provides a point of attachment for muscles and ligaments. Question: why is the growth of cartilage slower than other cells? കാർട്ടിലേജിന്റെ ഗ്രോത്ത് മറ്റ് സെൽസിനെക്കാളും എന്തുകൊണ്ടാണ് സ്ലോവർ ആണ് എന്ന് പറയാൻ കാരണം? ഇപ്പോൾ കാർട്ടിലേജിന്റെ ഗ്രോത്ത് വന്നിട്ട് മറ്റു സെൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്ലോ ആണ്. കാരണം ഇതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ ഇല്ല. അതായത് കാർട്ടിലേജ് ടിഷ്യൂവിനകത്ത് ബ്ലഡ് വെസൽസ് ഒന്നും ഇല്ല. ഇതിന് ന്യൂട്രിയൻസ് റിസീവ് ചെയ്യുന്നത് സറൗണ്ടിങ് ടിഷ്യൂസിൽ നിന്നുള്ള ഡിഫ്യൂഷൻ മൂലമാണ്. അപ്പോൾ ഈ ഒരു സ്ലോ സപ്ലൈ ഓഫ് ന്യൂട്രിയൻസ് വന്നിട്ട് കാർട്ടിലേജിന്റെ ഗ്രോ ചെയ്യാനും അതുപോലെ റിപ്പയർ ചെയ്യാനുള്ള എബിലിറ്റീനെ വന്നിട്ട് ലിമിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The growth of cartilage is slow because it does not have a direct blood supply. Blood vessels are absent in cartilage tissue. It receives its nutrients through diffusion from the surrounding tissues. This slow supply of nutrients limits its ability to grow and repair quickly. Question: what is the importance of having different types of joints in the body? നമ്മുടെ ശരീരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് വന്നിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് മോഷൻ അലോ ചെയ്യുന്നു. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഈ ഒരു ജോയിൻറ്റ് വന്നിട്ട് നമ്മുടെ ഷോൾഡറിലാണ് കാണാൻ കഴിഞ്ഞത്. ഇത് വന്നിട്ട് വൈഡ് സർക്കുലർ മൂവ്മെൻറ്റ്സ് അലോ ചെയ്യുന്നു. മറ്റൊരു ജോയിൻ്റ് ആണ് ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻറ്റ് നമ്മുടെ നീസിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഇത് വന്നിട്ട് നമുക്ക് സിമ്പിൾ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻ്റ് ആണ് അലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് വന്നിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ഷൻസ് പെർഫോം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് അലോ ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് റേഞ്ചസ് ഓഫ് മോഷൻ. For example, a ball and socket joint in the shoulder allows for wide circular movements. A hinge joint in the knee allows for simple back and forth movement. This variety in joint structure allows our body to perform a wide range of complex actions. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: how does our body naturally produce vitamin D? നമ്മുടെ ശരീരം എങ്ങനെയാണ് നാച്ചുറലി വിറ്റാമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്കിന്നിനാണ് വിറ്റാമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന എബിലിറ്റി ഉള്ളത്. ഈ ഒരു പ്രൊഡക്ഷൻ ട്രിഗർ ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് വന്നിട്ട് സൺലൈറ്റിൽ എക്സ്പോസ് ചെയ്യുമ്പോഴാണ്. അതായത് സൺലൈറ്റിൽ നിന്നുള്ള അൾട്രാവയലറ്റ് ബി റേസ് ആണ് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ബോൺ ഹെൽത്തിന് ഒരു മോഡറേറ്റ് എമൗണ്ട് ഓഫ് സൺ എക്സ്പോഷർ അത്യാവശ്യമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Our skin has the ability to produce vitamin D. This production is triggered when the skin is exposed to sunlight. Specifically, it is the ultraviolet B rays from the sun that start the process. This is why getting a moderate amount of sun exposure is important for bone health. Question: what is paleogenomics? Paleogenomics പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പാലിയോജിനോമിക്സ് എന്ന് പറയുന്നത് ഏൻഷ്യൻ ഓർഗാനിസത്തിൻ്റെ ഡി എൻ എനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫോസിൽസിൽ നിന്നുള്ള ജനറ്റിക് മെറ്റീരിയൽസ് അനലൈസ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും മോഡേൺ ടെക്നോളജിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് സയൻറ്റിസ്റ്റിന് ലിവിങ് സ്പീഷീസും അതുപോലെ തന്നെ എക്സ്റ്റിങ് സ്പീഷീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Paleogenomics is a new branch of science that studies the DNA of ancient organisms. It uses modern technology to retrieve and analyze genetic material from fossils. It helps scientists to understand the genetic relationships between extinct and living species. This field provides deep insights into the process of evolution. Question: explain hydrotropism with an example. Example സഹിതം ഹൈഡ്രോട്രോപിസത്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഹൈഡ്രോട്രോപിസം എന്ന് പറയുന്നത് ഒരു പ്ലാന്റിൻ്റെ ഒരു ഭാഗം വാട്ടറിന് റെസ്പോണ്ട് ചെയ്ത് വളരുന്ന ഗ്രോത്ത് ആണ്. പ്ലാന്റിൻ്റെ റൂട്ട്സ് യൂഷ്വലി പോസിറ്റീവ് ഹൈഡ്രോട്രോപിസം ആണ് കാണിക്കാറുള്ളത്. അതായത് ആ ഒരു പ്ലാന്റ് വന്നിട്ട് റൂട്ട്സ് വന്നിട്ട് സോയിലുള്ള വാട്ടറിൻ്റെ സോഴ്സിലേക്കായിരിക്കും വളരുന്നത്. എക്സാമ്പിളായിട്ട് പറയണമെങ്കിൽ നമ്മളൊരു പ്ലാന്റിൻ്റെ ഒരു സൈഡ് മാത്രം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ റൂട്ട്സ് വന്നിട്ട് ആ സൈഡിലേക്കായിരിക്കും വളരുന്നത്. അപ്പോൾ ഇതെങ്ങനെ എഴുതാൻ നോക്കാം. Hydrotropism is the growth of a plant part in response to water. The roots of a plant typically show positive hydrotropism.
This means they grow towards the source of water in the soil. For example, if you water on one side of a plant, the roots will grow towards that side. Question. Explain chemotropism with an example. Example സഹിതം chemotropism കുറിച്ചിട്ട് explain ചെയ്യുക. ഇപ്പോൾ chemotropism എന്നത് ഒരു ഓർഗാനിസത്തിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് കെമിക്കൽ സ്റ്റിമുലസിന് റെസ്പോണ്ട് ചെയ്ത് നടക്കുന്നതാണ്. പ്ലാന്റ്സിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊള്ളൻ ട്യൂബിന്റെ ഗ്രോത്ത് ആണ്. പോളിനേഷൻ കഴിഞ്ഞാൽ പൊള്ളൻ ട്യൂബ് സ്റ്റൈൽ വഴി താഴെ ഓവറിയിലേക്കാണ് വളരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് വന്നിട്ട് ഒവ്യൂളിൽ സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Chemotropism is the movement or growth of an organism in response to a chemical stimulus. In plants, a key example is the growth of the pollen tube. After pollination, the pollen tube grows down the style forwards the ovary. This growth is guided by chemicals secreted by the ovule. Subscribe to this channel for more videos like this. Question. Describe the movement of touch me not plant. Touch me not plant ന്റെ മൂവ്മെന്റിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ടച്ച് മീ നോട്ട് പ്ലാന്റിന്റെ മൂവ്മെന്റ് വരുന്നത് നാസ്റ്റിക് മൂവ്മെന്റ് ആണ്. അതായത് നമ്മൾ ടച്ച് മീ നോട്ട് പ്ലാന്റിന്റെ ലീവ്സിൽ ടച്ച് ചെയ്യുമ്പോൾ അതിലുള്ള ലീഫ്ലെറ്റ്സ് വന്നിട്ട് ഉള്ളിലോട്ട് പെട്ടെന്ന് തന്നെ ഫോൾഡ് ചെയ്ത് പോകും. ഈ ഒരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ ലീഫ്ലെറ്റ്സിന്റെ ബേസിലുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസിൽ പെട്ടെന്ന് തന്നെ വാട്ടർ ലോസ് ആവുന്ന സമയത്താണ്. ഈ ഒരു മൂവ്മെന്റ് വന്നിട്ട് ഹെർബിവോറസിൽ നിന്നും ഈ ഒരു പ്ലാന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഡിഫെൻസീവ് മെത്തേഡാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The movement of a touch me not Mimosa pudica plant is a nastic movement. When you touch its leaves, the leaflets quickly fold inwards. This response is caused by a rapid loss of water from specialized cells at the base of the leaflets. The movement is a defensive mechanism to protect the plant from herbivores. Question. What is a sprain? Sprain പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സ്പ്രെയിൻ എന്ന് പറയുന്നത് ലിഗമെന്റിൽ ഉണ്ടാവുന്ന ഒരു ഇഞ്ചുറി ആണ്. ഇപ്പോൾ ലിഗമെന്റ് എന്ന് പറയുന്നത് ഒരു ജോയിന്റിൽ രണ്ട് ബോൺസിനെ കണക്ട് ചെയ്യുന്ന ഒരു ടഫ് ബാൻഡ് ഓഫ് ടിഷ്യൂ ആണ്. ഇപ്പോൾ സ്പ്രെയിൻ വന്നിട്ട് ഈ ഒരു ലിഗമെന്റിന് എന്തെങ്കിലും സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ ടോൺ വരുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. A sprain is an injury to a ligament. A ligament is a tough band of tissue that connects two bones together at a joint. A sprain occurs when a ligament is stretched or torn. This usually happens due to a sudden twist or force on the joint. Question. What is muscular dystrophy? Muscular dystrophy പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ മസ്കുലർ ഡയസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ഒരു ജെനറ്റിക് ഡിസീസിന്റെ ഗ്രൂപ്പാണ്. ഈ ഒരു ഡിസീസ് വന്നിട്ട് പ്രോഗ്രസീവ് വീക്ക്നെസ് മൂലമോ അല്ലെങ്കിൽ മസിൽ മാസിന്റെ ലോസ് മൂലമാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ ഒരു ഡിസീസിന്റെ കാരണം മസിൽ ഫൈബേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ടാക്കാനുള്ള ജീൻസിന്റെ മ്യൂട്ടേഷൻ കൊണ്ടാണ്. പിന്നീട് മസിൽ ഫൈബേഴ്സ് ഡാമേജ് ആവുകയും ഒരു വ്യക്തിക്ക് നടക്കാനും അതുപോലെ തന്നെ മൂവ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ് ഇതുമൂലം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Muscular dystrophy is a group of genetic diseases. These diseases cause progressive weakness and loss of muscle mass. It is caused by mutations in the genes responsible for making proteins that protect muscle fibers. Over time, the muscle fibers get damaged and the person loses the ability to walk or move. Question. How do exoskeletons and endoskeletons differ in function and composition? എങ്ങനെയാണ് എക്സോസ്കെൽട്ടനും എൻഡോസ്കെൽട്ടൻസും അതിന്റെ ഫംഗ്ഷനിലും കോമ്പോസിഷനിലും ഡിഫറെന്റ് ആവുന്നത്? എക്സോസ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന്റെ ബോഡി പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനുമുള്ള ഹാർഡായിട്ടുള്ള എക്സ്റ്റേണൽ സ്കെൽട്ടൻ ആണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുള്ളത് ചിറ്റിൻ അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ്. ഇനി എൻഡോസ്കെൽട്ടൻ എന്ന് പറയുന്നത് ബോൺസും കാർട്ടിലേജും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഇന്റേർണൽ സ്കെൽട്ടൻ ആണ്. അപ്പോൾ എൻഡോസ്കെൽട്ടനും എക്സോസ്കെൽട്ടനും രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത് സപ്പോർട്ടും പ്രൊട്ടക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. An exoskeleton is a hard external skeleton that supports and protects an organism's body. It is made of materials like chitin in insects or calcium carbonate in shells. An endoskeleton is an internal skeleton composed of bones and cartilage, while
Both provide support and protection. The exoskeleton must be shed for the organism to grow. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.